നമ്മൾ കോഴിക്കോട് കുറ്റ്യാടിയിലാണുള്ളത്. നമ്മളോടൊപ്പം മുനവർ അലി ശിഹാബ് തങ്ങൾ ചേരുകയാണ്. എന്താണ് UDFിൻ്റെ പൊതുവെ പ്രചരണത്തിൽ കണ്ടുവരുന്നത്? വലിയ ആവേശമാണ്. ഈ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു വളർച്ചാ മുരടിപ്പ് അത് പുതുതലമുറയെയും യുവാക്കളെയൊക്കെ ഏറെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അനുയോജ്യമായൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കാൻ ഭരണകൂടം അതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അതിൽ യാതൊരുവിധ മുന്നേറ്റവും ഇവിടെ നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് UDF ഇവിടെ ഉള്ള സമയത്തൊക്കെ തന്നെയും ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. വികസനവും അതുപോലെ സാമൂഹിക മുന്നേറ്റവും അതേപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരം നേടാനൊക്കെ തന്നെയും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സാധിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരിൽ നിന്നും അകന്നൊരു സർക്കാരായി മാറി എന്നുള്ള ഒരു വികാരം ജനങ്ങൾക്കുണ്ട്. വിശ്വാസികളുടെയും വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ മതേതരത്വവും അതുപോലെ തന്നെയും ക്രമസമാധാനം ഇവിടെ നിലനിൽക്കണം. അതേപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് മലബാർ അവഗണിക്കപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചു. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് +2 പഠിക്കാൻ അവർ വലിയ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്റ്റുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടാൻ ഒരു ഭരണമാറ്റം ആവശ്യമാണ്. കേവലം ഭരണം മാറ്റം മാത്രമല്ല, ആ ഭരണം വന്നാൽ ഈ പുതിയ ഭരണകൂടത്തിന് വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ആ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ രീതിയിലുള്ള വേഗതയിലുള്ള വളരെ വ്യത്യസ്തവും അതുപോലെ തന്നെ ഒരു പ്രത്യേക പാക്കേജൊക്കെ കൊണ്ടുവന്ന് വേണം അതിനൊക്കെ പരിഹാരം കൊണ്ടുവരാൻ. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾ ഒരു പുതിയ ഭരണത്തെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഇവിടെ UDF അധികാരത്തിൽ വരും. CPIM BJP ഡീലാണ് ആദ്യഘട്ടത്തിൽ UDF ഉന്നയിച്ച ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത്. CPIM BJP ഡീൽ എന്നുള്ളതാണ്. അതിനുശേഷമാണ് SDPI പിന്തുണ CPMന് എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകൾ വരുന്നത്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ചേരുക എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, അവസാനം വരുമ്പോൾ അവരുടെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ പല രീതിയിലും മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അധികാരം കിട്ടാൻ UDF ഇവിടെ പ്രചരണമായി ബദ്ധമാക്കി മാറ്റുന്നത് വികസന സ്വപ്നങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷേ അത് എത്രത്തോളം UDFൽ അതിൽ മുന്നോട്ട് പോയി എന്നുള്ളത് ജനങ്ങൾക്കറിയാം. പക്ഷെ അതിലേക്ക് എത്താൻ കഴിയാത്ത CPM ഇടതുപക്ഷം അത് പല രീതിയിലും അവർക്ക് വോട്ട് എങ്ങനെയാണ് അത് അവർക്ക് കിട്ടേണ്ടത് എന്നുള്ള മറ്റൊരു രീതിയിൽ ഹിഡൻ അജണ്ടയോടുകൂടി വോട്ടുകൾ വാങ്ങുക എന്നുള്ളത് എല്ലായ്പ്പോഴും അവർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് ഏത് രീതിയിലും അവരത് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായാണ് ഇപ്പോഴൊക്കെ ഡീലൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.